ഹലോ നമസ്കാരം. ശക്തി ഗാർഡനിൽ നിന്ന് ശക്തി അവലിക്കര. എൻ്റെ നമ്പർ 8848296441. ശക്തമായ മഴയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ മഴക്കാലത്ത് നമ്മുടെ ചെടികളെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ അഗ്ലോണിമ പോലെയുള്ള ചെടികൾ നിർബന്ധമായിട്ടും ഷെയ്ഡിൽ മാറ്റി വെക്കണം. ഒരു കാരണവശാലും ഇതിലേക്ക് വെള്ളം തെറിച്ച് വീഴുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. 2, ഈ ചെടികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഓരോ ആഴ്ച വെച്ചിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുക. ഇപ്പം ഒരു തിങ്കളാഴ്ച നിങ്ങൾ ഈ ചെടിക്ക് നിറയെ വെള്ളം കൊടുത്താൽ അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ വീണ്ടും ഈ ചെടിക്ക് വെള്ളം കൊടുക്കുക അല്ലേ? ആ ഒരാഴ്ച കണക്ക് ഇനി മാറ്റുക. അതായത് ഇപ്പം നിങ്ങൾ ഇതിന് വെള്ളം കൊടുത്തു കഴിഞ്ഞ് അടുത്ത ആഴ്ച നിങ്ങൾ വെള്ളം ഈ ചെടികൾക്ക് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിരിക്കണം. ഈ പോട്ടി മിക്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരല്പമെങ്കിലും ഇതിന് നനവുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളം കൊടുക്കരുത്. കാരണം മഴക്കാലത്ത് അന്തരീക്ഷം വളരെ തണുപ്പുണ്ടാവും, അതുപോലെ തന്നെ ഈർപ്പം ഉള്ള അവസ്ഥയാണല്ലോ. ആ അവസ്ഥ നമ്മുടെ ചെടികൾക്കും ബാധകമാണ്. ഈ പോട്ടി മിക്സിലും ഈ ചെടിക്കും ഒക്കെ ആ ഒരു ഈർപ്പം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല. 2, നിർബന്ധമായിട്ടും ഓരോ ആഴ്ച ഇടവിട്ട് സാഫ് നിറയെ വെള്ളത്തിൽ, അതായത് 4 ഇരട്ടി വെള്ളത്തിൽ സാഫിൻ്റെ അംശം വളരെ കുറഞ്ഞ അളവിൽ മാത്രം സാഫ് എടുത്ത് ഈ നിറയെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ വളപ്രയോഗങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഈ മഴക്കാലത്ത് നമ്മുടെ ചെടി ഈ അഗ്ലോണിമയ്ക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് വരുന്ന ഒരു പ്രശ്നം ഈ എലപ്പേനും വെള്ളീച്ച പോലെയുള്ള ക്ഷുദ്രജീവികളുടെ പ്രശ്നമാണ്. അതിന് അഡ്മയർ വാങ്ങിച്ച് നിർബന്ധമായിട്ടും എല്ലാവരും കയ്യിൽ കരുതുക. മാസത്തിൽ ഒരിക്കൽ മാത്രം 4 ഇരട്ടി വെള്ളത്തിൽ അഡ്മയർ ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ അഗ്ലോണിമയ്ക്ക് തളിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം അഗ്ലോണിമയുടെ സംരക്ഷണങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ അഡീനിയത്തിലേക്ക് പോയാൽ ഇത് 2 വർഷം പഴക്കമുള്ള അഡീനിയമാണ് എൻ്റെ. ഞാൻ ഇതുവരെ ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടല്ലോ, ഈ അവസ്ഥയിലും ഞാൻ ഓപ്പൺ സ്പേസിലാണ് ഈ അഡീനിയം വെച്ചിരുന്നത്. പക്ഷേ ഇനി നമുക്ക് അഡീനിയത്തെ അങ്ങനെ വെക്കാൻ പറ്റില്ല. അതായത് ഒരേപോലെ 24 മണിക്കൂർ മഴ വരുന്ന ഒരു സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള അഡീനിയം വെച്ചാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ കോഡെക്സ് ചീഞ്ഞു പോകും. അഡീനിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൂക്കളുണ്ടെങ്കിൽ ഇങ്ങനെ മനോഹരമായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കും, ഇലകളും ഒക്കെ ഇങ്ങനെ നല്ല പച്ചപ്പിൽ നിൽക്കും. പക്ഷെങ്കിൽ കോഡെക്സ് ചീഞ്ഞു പോയാൽ ഇതിൻ്റെ താഴോട്ടുള്ള കോഡെക്സാണ് അഴുകിപ്പോവുക. അതിനുശേഷം അത് പൂർണ്ണമായിട്ടും അഴുകിയതിന് ശേഷമേ നമുക്ക് മേളിലത്തെ കോഡെക്സിൻ്റെ അഴുകൽ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചെടി പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെടികളെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ UV ഷീറ്റിനടിയിലോ ഷെയ്ഡിനടിയിലോ ഒക്കെ മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഈ ചെടികൾക്ക് പൂക്കളുടെ കാലഘട്ടം കഴിയാറായി, പൂക്കളുടെ സമയം കഴിയാൻ പോവുകയാണല്ലോ. ഇനിയിപ്പം ഇതിനകത്ത് മുട്ടൊക്കെ ഉള്ളതൊക്കെ വിരിയുമെന്നുള്ളതല്ലാതെ പുതിയ മുട്ടുകൾ, കൊലകുത്തി മുട്ടുകൾ വരാൻ സാധ്യത കുറവാണ്. 1-2 മുട്ടുകൾ വരും എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ ചെടികളുടെ പൂക്കൾക്ക് വേണ്ടി ശ്രമം നടത്താതെ ഇതിൻ്റെ ചെടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിന് എല്ലുപൊടി അല്പം നമ്മുടെ സാഫും കൂടെ മിക്സ് ചെയ്ത് എല്ലുപൊടി ഇതിനകത്ത് ഈ കോഡെക്സിലെങ്ങും തൊടാതെ ഈ സൈഡ് ശകലമൊന്ന് ഇളക്കിയിട്ട് എല്ലുപൊടി ഇടുക. അതുപോലെ DAP അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന് നൽകാം. കണ്ടോ, ഇതെൻ്റെ 10 വർഷമായ ഒരു അഡീനിയമാണ് കേട്ടോ. 10 വർഷമായി ഇത് കണ്ടോ. എല്ലാ വർഷവും ഇതിനെ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തും. ഇത് കട്ട് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് നിറയെ പൂക്കളായിട്ട് കണ്ടോ വന്ന്. അതേ ദിവസം തന്നെ ഈ നട്ട വേറൊരു അഡീനിയാണിത്. ഇതും 10 വർഷമായതാണ് കണ്ടോ. ഇപ്പം നിറയെ പൂക്കളുണ്ട്. ഇപ്പം അത്യാവശ്യം നമുക്ക് മഴയുണ്ടെങ്കിലും ഇടസമയത്തൊക്കെ വെയിൽ കിട്ടുന്നതുകൊണ്ട് നിറച്ച് പൂക്കൾ വരുന്നുണ്ട്. ഇനിയും പക്ഷേ ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനിയും ഈ അന്തരീക്ഷം മൊത്തത്തിൽ മാറുമല്ലോ, ഫുൾ ടൈം മഴയാവുമല്ലോ. അപ്പോൾ ഒരു കാരണവശാലും പൂവുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മഴ ഒരല്പമെങ്കിലും വെയിൽ കിട്ടട്ടെ എന്നുള്ളൊരു തോന്നലിൽ ഓപ്പൺ സ്പേസിൽ വെക്കണ്ട. നമ്മുടെ ഇത്രയും വലിയ അഡീനിയമൊക്കെ ഈ കോഡെക്സൊക്കെ ചീഞ്ഞു പോയാൽ വളരെ സങ്കടമാണ്. അതുകൊണ്ട് ഈ അഡീനിയത്തെ ഇനി നമുക്ക് സംരക്ഷിക്കാം, ഷെയ്ഡിലേക്കൊക്കെ മാറ്റിവെക്കാം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ 8848296441 ഒരു മെസ്സേജ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഇതെല്ലാം നമുക്ക് കമൻറ്റ് ചെയ്യുകയും വേണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തൽക്കാലം
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാനിവിടെ നിർത്തട്ടെ. താങ്ക് യു. ബൈ.